എല്ലാവർക്കും നമസ്കാരം. നമുക്ക് പവിത്രം സീസൺ 2 വരാൻ പോകുന്ന ഭാഗത്തിൽ കഥ കേൾക്കാം. അങ്ങനെ വിക്രത്തിനെ പോലീസ് അറസ്റ്റ് ചെയ്ത് കോടതി കൊണ്ടുവരികയാണ്. കോടതി കമലമ്മയും മാഷും എല്ലാവരും അവിടെ നിൽപ്പുണ്ട്. ആ സമയത്ത് അവരുടെ ഭാഗത്ത് തന്നെയാണ് ശങ്കരനാരായണൻ നിൽക്കുന്നത്. ആ സമയത്ത് അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരുന്ന വിക്രത്തിനെ കാണുന്നതും കമലമ്മ കിടന്ന് കരയുകയാണ്. മോനെന്ന് വിളിച്ച് കിടന്ന് നല്ല രീതിയിൽ കരയുന്നുണ്ട്. അതിനുശേഷം കോടതിയിൽ ഹാജരാക്കുന്നുണ്ട്. ആ സമയത്ത് തന്നെയാണ് ശ്രീകാന്തും ദർശനും അങ്ങോട്ട് വരുന്നത്. ദർശനെ ശ്രീകാന്തിൻ്റെ ഭാഗത്ത് ആക്കിയിരിക്കുകയാണ്. കള്ളക്കഥകളൊക്കെ പറഞ്ഞു കൊടുത്ത് അവൻ തന്നെയാണ് നിൻ്റെ അച്ഛനെ വധിച്ചതെന്നും സ്വന്തം അച്ഛനെ വധിച്ച അവനെ ഒരു കാരണവശാലും പുറത്തിറക്കരുതെന്നൊക്കെ പറയുന്നുണ്ട്. ദർശന് വിക്രത്തിനോട് ഒരു ചെറിയ അലിവും സ്നേഹവും ഉണ്ടായിരുന്നു. പക്ഷേ അത് സ്വന്തം അച്ഛനെ കൊന്നു എന്ന് അറിഞ്ഞ ശേഷം ആ സ്നേഹം മൊത്തം ഇല്ലാതാവുകയും ചെയ്തു. അതിനുശേഷം ദർശൻ്റെ കൂടെ ശ്രീകാന്തും അങ്ങോട്ട് വരികയാണ്. അതിനുശേഷം മാഷിനെയൊക്കെ നോക്കി ശ്രീകാന്ത് വെല്ലുവിളിക്കുകയാണ്. നിങ്ങളുടെ മകനാണ് ഈ നിൽക്കുന്ന ദർശൻ്റെ അച്ഛനെ കൊന്നത്. അവന് പരമാവധി ശിക്ഷ ഞങ്ങൾ വാങ്ങിച്ചു കൊടുക്കുമെന്നൊക്കെ പറയുന്നുണ്ട്. അതൊരു ശങ്കരനാരായണനും എതിരെയുള്ളൊരു വെല്ലുവിളിയായിരുന്നു. അതിനുശേഷം വിക്രത്തിനെയും കൂട്ടിക്കൊണ്ട് പോലീസുകാർ വരുന്നുണ്ട്. ആ സമയത്ത് വിക്രത്തിനെ കാണുന്നതും ശങ്കരനാരായണൻ പറയുന്നുണ്ട്, നീ ഒരു കാരണവശാലും വിഷമിക്കേണ്ട മോനെ, നിൻ്റെ കൂടെ എന്നും സഹായത്തിന് ഞാനുണ്ടാവും. എൻ്റെ മകൾക്ക് വേണ്ടി എൻ്റെ റിട്ടയർമെൻറ്റ് സമയമായി. പക്ഷേ എങ്കിൽ പോലും നിനക്ക് വേണ്ടി ഒരു തവണ കൂടി ഞാൻ കോട്ടണിയും. നിന്നെ ഞാൻ ജയിലിൽ നിന്ന് പുറത്ത് കൊണ്ടുവരും. സത്യമെല്ലാം ഞാൻ തെളിയിക്കുമെന്നൊക്കെ പറയും. ഇതൊക്കെ കേൾക്കുമ്പോൾ കെട്ടിപ്പിടിച്ചങ്ങ് വിക്രത്തിനെ കെട്ടിപ്പിടിച്ച് ശങ്കരനാരായണൻ കരയുകയാണ്. എനിക്കിനി 3 മക്കളേ ഉള്ളൂ, വേദയും ദീപ്തിയും വിക്രവും എന്ന് പറഞ്ഞ് കരയാണ്. ഇതൊക്കെ കാണുമ്പം മാഷിനും കമലമ്മയ്ക്കൊക്കെ നല്ല സങ്കടം വരുന്നുണ്ട്. ഇതിനെല്ലാം കാരണം ആ ശ്രീകാന്താണ്. കുറച്ച് ദിവസം മുമ്പ് വേദ എന്നെ വിളിച്ചായിരുന്നു. പുളിക്കൻ്റെയും വരുണിൻ്റെയും കൊലപാതകത്തിന് പിന്നിൽ ശ്രീകാന്താന്ന് പറഞ്ഞാണ്. അനിയൻകുട്ടൻ്റെ മൊഴിയെടുക്കാമെന്നൊക്കെ പറഞ്ഞ് ഞാൻ വരാനിരുന്ന സമയത്ത് തന്നെയാണ് ശ്രീകാന്ത് ഇങ്ങനെയൊരു ചതി ചെയ്യുമെന്ന് ഞാൻ മനസ്സിലാക്കിയില്ല. സ്വന്തം വീട്ടിൽ തന്നെയാണ് എൻ്റെ ശത്രു ഉള്ളതെന്ന് ഞാൻ മനസ്സിലാക്കിയില്ല മാഷെ. എന്നോട് ക്ഷമിക്കണം, എൻ്റെ അശ്രദ്ധ കൊണ്ടാണ് ഇപ്പോൾ ഇത് സംഭവിച്ചു പോയെന്നൊക്കെ പറയും. സാരമില്ല സാറേ, സംഭവിക്കാനുള്ളതെല്ലാം സംഭവിക്കും. പക്ഷേ എനിക്ക് ഉറപ്പായിരുന്നു എന്ത് സംഭവിച്ചാലും ഒരു ജീവൻ എടുക്കാൻ തക്ക ഒന്നും എൻ്റെ മകൻ ഒരിക്കലും ചെയ്യത്തില്ലെന്ന് എനിക്കറിയാമെന്ന് പറയും. എങ്ങനെയും എൻ്റെ മോനെ രക്ഷപ്പെടുത്തണമെന്ന് മാഷ് പറയുന്നുണ്ട്. മാഷ് വിഷമിക്കേണ്ട, ഞാൻ വിക്രത്തിനെ രക്ഷപ്പെടുത്തുമെന്ന് ഉറച്ചൊരു വിശ്വാസം, ഒരു ഉറപ്പ് മാഷിന് ജഡ്ജി സാറ് കൊടുക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷം വിക്രത്തിനെ ജീപ്പിൽ കയറ്റി കൊണ്ടുപോവുകയാണ്. ആ സമയത്താണ് ദർശൻ അങ്ങോട്ട് വരുന്നത്. ദർശൻ വിക്രത്തിനെ ഇങ്ങനെ രൂക്ഷമായിട്ട് നോക്കുന്നു. ദർശൻ ഒരു ക്രിമിനൽ ലോയറും കൂടിയാണ്. പറയുന്നുണ്ട്, എന്നും നിനക്ക് വേണ്ടി മാത്രമാണ് ഞാൻ സംസാരിച്ചിട്ടുള്ളത്. നീയും വേദയും എന്ത് പറഞ്ഞാലും ഞാൻ വിശ്വസിക്കുമായിരുന്നു. ആ എൻ്റെ അച്ഛനെയാണ് നീ കൊന്നതെന്ന് പറയും. ഉടനെ വിക്രം പറയും, ദർശൻ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. ശ്രീകാന്ത് പറയുന്നതാണ് കല കാര്യങ്ങൾ. സത്യം ഞാൻ പറയാം. വേണ്ട, നീ ഒന്നും പറയണ്ട. എനിക്കറിയാം ആരാണ് ശരിയെന്നും ആരാ തെറ്റെന്നും. നീ ഒരു കാര്യം മനസ്സിലാക്കിക്കോ, എൻ്റെ അച്ഛനെ കൊന്ന നിന്നോട് ഒരിക്കലും ഞാൻ ക്ഷമിക്കത്തില്ല. നിനക്ക് പരമാവധി ശിക്ഷ വീടിച്ചാലാൻ ഞാൻ ശ്രമിക്കുമെന്നൊക്കെ പറയും. ഇനി എനിക്ക് നിന്നോട് ഒരു മനസ്സിലും ഇല്ലെന്നൊക്കെ പറഞ്ഞ് ദർശൻ വിക്രത്തോട് ദേഷ്യപ്പെടുകയാണ്. അതിനുശേഷം ജീപ്പിൽ കയറ്റി വിക്രത്തിനെയും കൊണ്ടുപോവുകയാണ്. ഇതെല്ലാം വേദ അവിടെ നിന്ന് കാണുന്നുണ്ടായിരുന്നു. അതിനുശേഷം ശങ്കരദാസും മനസ്സിൽ കരുതുന്നുണ്ട് എങ്ങനെയെങ്കിലും ദർശനെ കാണണം, ദർശനെ കണ്ട് സത്യങ്ങളെല്ലാം ദർശനെ ബോധ്യപ്പെടുത്തണം. ശ്രീകാന്ത് പറഞ്ഞ കള്ളക്കഥകളുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ദർശൻ വിക്രത്തെയും വേദയെയും തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ദർശനെ ഒന്ന് കാണണമെന്ന് ശങ്കരനാരായണൻ പറയും. പക്ഷേ വേദയും ഇതെല്ലാം അവിടെ നിന്ന് കാണുന്നുണ്ടായിരുന്നു. കോടതി വളപ്പിൽ നിന്നുകൊണ്ട് വിക്രം അവിടെ എല്ലാം വേദയാണ് തിരയുന്നത്. പക്ഷേ വേദ ഒളിച്ചു നിൽക്കുകയാണ്. ഒരു കാരണവശാലും ശ്രീകാന്തിൻ്റെ അടുത്തോട്ട് വേദയ്ക്ക് വരാൻ കഴിയില്ല. കണ്ടു കഴിഞ്ഞാൽ വേദ അവനില്ലാതാക്കും. പ്രത്യേകിച്ചും വേദ ഗർഭിണിയായിരിക്കുന്നൊരു സമയത്ത്. അതിനുശേഷം വിക്രത്തിനെ കൊണ്ടുപോയതിനു ശേഷം ആ കോടതി വരപ്പിൽ നിന്നുകൊണ്ട് ശങ്കരനാരായണനും ശ്രീകാന്തും തന്നെ സംസാരിക്കുന്നുണ്ട്. നിങ്ങളെപ്പോഴും സ്വത്തിൻ്റെ പേരിൽ ഒരു പാർഷ്വാലിറ്റി കാണിച്ചിട്ടുണ്ട്. എല്ലാം നിങ്ങളുടെ മകൾക്ക്, അതിനുശേഷം മാത്രമേ ഉള്ളൂ എനിക്ക്. ഇതെല്ലാം നോക്കുന്നിടത്തൊരു നടത്തിപ്പുകാരൻ മാത്രമായി ഞാനില്ലേ. ഇതെല്ലാം ഇത്രയും നാൾ നോക്കുന്നിടത്ത് എൻ്റെ സ്വന്തം സ്ഥാപനങ്ങളാണെന്ന് കരുതിയാണ്. ഒരിക്കലും ഞാനിത് മറ്റാർക്കും വിട്ടുകൊടുക്കത്തില്ല. ഇനി അതിനുവേണ്ടി നിങ്ങളുടെ മകളെ കൊല്ലാനാണെങ്കിൽ അതിന് ഞാൻ തയ്യാറാണെന്ന് പറയുമ്പോഴത്തേക്ക് ജഡ്ജി സാറ് പറയും, ശ്രീകാന്തി എന്ന് പറഞ്ഞ് വിളിക്കും. വേണ്ട, കൂടുതൽ രോഷാകുലൊന്നും ആവണമെന്നൊക്കെ പറയും. ഇതൊക്കെ വേദ അവിടെ നിന്ന് കേൾക്കുന്നുണ്ട്. ഇതിൽ മറ്റൊരുത്തന് അവൾ ജനിക്കുന്ന ഒരു കുഞ്ഞിന് ഈ കാണുന്ന ഒരു സ്വത്തിനും അവകാശം ഉണ്ടാവില്ലെന്നൊക്കെ പറയും. ഇതൊക്കെ കേൾക്കുമ്പോൾ വേദയ്ക്ക് നല്ല ടെൻഷനാവും. താൻ ഗർഭിണിയാണെന്നും താൻ ജീവിച്ചിരിക്കണമെന്നും പറഞ്ഞു കഴിഞ്ഞാൽ ശ്രീകാന്ത് ഏത് വിധേനയും തന്നെ ഇല്ലാതാക്കുമെന്ന് വേദയ്ക്ക് മനസ്സിലാവുന്നുണ്ട്. എത്രയും പെട്ടെന്ന് തന്നെ ഇവിടുന്ന് മാറി നിൽക്കണമെന്ന് പറയുന്നുണ്ട്. അതിനുശേഷം വിക്രം ജീപ്പിൽ കയറി മാറുന്നതും വേദ ഒരു ഓട്ടോയിൽ കയറി രണ്ടുപേരും 2 ഭാഗത്ത് വെച്ച് പിന്തിരിക്കുകയാണ്. കോടതിയിൽ നിന്ന് വിക്രത്തിന് 6 വർഷം ജയിൽ ശിക്ഷയ്ക്ക് വിധിക്കപ്പെടുവാണ്. കോടതി 6 വർഷത്തേക്ക് വിക്രത്തിനെ ശിക്ഷിക്കുന്നു. അതിനുശേഷം വേദ എങ്ങോട്ടൊന്നുമില്ലാതെ വേദ പോവുകയാണ്. സ്വന്തം കുഞ്ഞിനെ, തൻ്റെ വിക്രത്തിൻ്റെ കുഞ്ഞിനെ എങ്ങനെയെങ്കിലും കംസൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുത്തണമെന്നൊരു ചിന്ത മാത്രമായിരുന്നു വേദയ്ക്ക്. താൻ ഗർഭിണിയാണെന്നുള്ള സന്തോഷ വിവരം പോലും വിക്രത്തിനെ നേരിട്ട് അറിയിക്കാനോ വിക്രത്തെ കാണാനോ പോലും വേദയ്ക്ക് സാധിച്ചില്ല. ആ വേദ തൻ്റെ കുഞ്ഞിനെ സുരക്ഷിതമായി
6 വർഷം സംരക്ഷിക്കുന്നുണ്ട്. അതിനുശേഷം വിക്രത്തിന് 5 വർഷം ശിക്ഷിക്കപ്പെട്ട വിക്രം ജയിലിൽ നിന്ന് പുറത്തിറങ്ങുന്നുണ്ട്. ഈ സമയത്താണ് ശ്രീകാന്ത് ഇത്രയും നാളും താൻ നോക്കി നടത്തിയുള്ള സ്വത്തുക്കൾ മൊത്തം താൻ സ്വന്തമായിട്ട് തന്നെ കൈവശം വെച്ച് അനുഭവിക്കുകയാണ്. വർഷയും പറയുന്നുണ്ട്, ഇതിലൊരു സ്വത്ത് പോലും നമുക്ക് ആർക്കും കൊടുക്കേണ്ട കാര്യമില്ല. ജഡ്ജി സാറൊന്നും പറയുന്നതൊന്നും ശ്രീകാന്ത് കേൾക്കുന്നത് പോലുമില്ല. ആ സമയത്താണ് നമ്മുടെ വിക്രവും വേദയും കുഞ്ഞുമായി തിരിച്ച് മടങ്ങി വരുന്നത്. അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ സീസൺ 2 വരാൻ പോകുന്ന ഭാഗത്തിൽ നമ്മൾ കാണാനിരിക്കുന്ന വളരെ നല്ല കഥകളാണ്. അപ്പോൾ അതിനെ നമുക്ക് കാത്തിരിക്കാം. എല്ലാവരും കുറച്ച് വെയിറ്റ് ചെയ്യണം. മെയ് 18-നാണ് നമ്മുടെ സീസൺ 2 പവിത്രം സീസൺ 2 സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നല്ലൊരു കഥയും എല്ലാവരുടെ പ്രതികാരവും വേദ ഇത്രയും നാളും ശ്രീകാന്ത് ചെയ്തു കൂട്ടിയ വഞ്ചനയ്ക്കും ചതിക്കും എല്ലാം വിക്രത്തിനോടൊപ്പം നിന്ന് തിരിച്ച് അഡ്വക്കേറ്റായിട്ട് തന്നെ തിരിച്ചു വന്ന് പ്രതികാരം ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ നല്ല കഥകളുമായി നമുക്ക് സീസൺ 2 കാണാം. എല്ലാവർക്കും ഒരു നല്ല ദിവസം നേരുന്നു. നന്ദി.